സൺബാത്തിന് വന്ന മുതല, ഫാമിലി ടൂർ വന്ന പക്ഷികൾ, ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട സ്ഥലം പറഞ്ഞുതരാം. ഹലോ ഫാമിലി, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് മൈസൂരിലുള്ള ബേർഡ് സാങ്ച്വറിയിലാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഒരുപാട് പക്ഷികളെ കാണാനും അതിനെക്കുറിച്ച് പറഞ്ഞു തരാനും ഈ കൂടെ വരുന്ന ചേട്ടൻ എല്ലാ പക്ഷീനെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു പക്ഷി, ഇതൊക്കെ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്, ഇവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം. അതുമല്ല നമ്മുടെ മെയിൻ. ഇത് കണ്ടോ, ആ പോണത് കണ്ടോ, നമ്മളവിടെ ഇളക്കം കണ്ടിട്ട് ഇങ്ങനെ നോക്കിയതാണ്. അപ്പം നോക്കുമ്പോഴാണ് ഇവിടെ മുതലുള്ള കാര്യം ഞാൻ അറിയണത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കയറില്ലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ ആളുണ്ട്. അവിടെ കിടക്കണുണ്ടോ മുതലുകൾ ഇങ്ങനെ പാറി പറന്ന് കിടക്കുക. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ഇവിടെ ഇഷ്ടം പോലെ മുതലുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞത് ഇവിടെ മിനിമം ഒരു 100 മുതലുണ്ടാവും എന്നാണ് പറയണത്. ആ മുതലുകളുടെ ഒരു മുതലായിരിക്കില്ലേ ഈ ഒരു മുതല. പറഞ്ഞ മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്കെന്തായാലും കാര്യം മനസ്സിലായി. അപ്പം പിന്നെ പക്ഷീനെയും കാണണ്ട, ഇതൊന്ന് കഴിഞ്ഞ് കിട്ടുമെന്നുള്ളതായിരുന്നു നമ്മുടെ ആലോചന. പിന്നെ അങ്ങേരെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇത് ഇന്ന പക്ഷിയാണ്, ഇത് ഇങ്ങനെയാണ്, ഇത് ഇവിടെ നിന്ന് വരുന്നതാണ്, ഇവിടുത്തെ പക്ഷിയാണ് ഓസ്ട്രേലിയത്തെ, അങ്ങനെ കുറേ ഇത് പറയുന്നുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം ഇതെങ്ങാനും വന്ന് ഒന്ന് തട്ടിയിട്ട അയാൾക്ക് ഓടി, ചിലപ്പോൾ അയാൾ രക്ഷപ്പെടുന്നുണ്ടാവും, നമ്മൾ കടന്ന് ചിലപ്പോൾ മറ്റേ ഐറ്റക്ക് തീറ്റയാവും. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഇറ്റക്ക് ഫീഡിങ്ങോ വല്ലതും ഉണ്ടോ, ഈ മുതലുകൾക്ക് ഫീഡിങ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞില്ല, നാച്ചുറലായിട്ട് ഇപ്പോൾ അവർ മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത്, നാച്ചുറൽ ഫീഡിങ് ആണ്, അല്ലാണ്ട് ഫുഡൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താവും. അപ്പോൾ ഇതിന് മുന്നത്തെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ ബോട്ടിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അത്രേ. ഗ്രില്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ട ഈ ഗ്രില്ലില്ലേ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടൊക്കെ ഈ സൈഡിലൊക്കെ കിടക്കണുണ്ടോ, ഞാൻ തന്നെ ഒരു 5-8 കണ്ടിട്ടുണ്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത്, സൺബാത്തിന് വന്നിട്ടുള്ള മുതലുകളെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ നേരിട്ട് ഞാനൊക്കെ സൂല് ഇങ്ങനെ കുറച്ച് ലോങ്ങിൽ നിന്ന് കണ്ടു എന്നല്ലാണ്ട് ഞാൻ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ നോക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ പാറയുടെ മുകളിലും ഒക്കെ ഇതാണ്ട് ആൾ കടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ മൈസൂരിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ബേർഡ് സാങ്ച്വറി എന്ന് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. നമ്മുടെ സിറ്റിയിൽ നിന്ന് ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ വേർത്താണ്. ടിക്കറ്റ് ചാർജ് 175 രൂപയാണ് ഒരു പെർ പേഴ്സൺ വരുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ എന്തായാലും ആഗ്രഹിക്കുന്നവർക്ക്, ഇൻട്രസ്റ്റ് ഉള്ളവർക്കും പോവാം. ഇതേപോലെ ഇവിടെ ഇത് മാത്രമല്ല, കുറേ ബേർഡ്സിനെ വാച്ച് ടവർ പോലെ ഉണ്ട്, പ്ലേ ഏരിയാസ് ഉണ്ട്, നടക്കാം, അങ്ങനെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്നു പോയി നോക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കൈയും കാലം വരടങ്ങും. നമ്മളൊക്കെ ഇതിൻ്റെയൊക്കെ ഹാർട്ട് ബീറ്റ് അതിന് ഇറങ്ങിയതിന് ശേഷം ഒന്ന് സെറ്റായത്. അതുവരെ ഹാർട്ട് ബീറ്റ് പടപടപടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ടാണ് പോകാമെന്ന് എഴുതിയിട്ട് നോക്കുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടെത്തി. അപ്പോൾ അതൊക്കെ ആകെ വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞ് നിൽക്കുകയാണ്. നമ്മളെന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് നോക്കുമ്പോൾ താഴത്തേക്കും കാണാനല്ല, മേലേക്കും കാണാനല്ല. അപ്പോൾ ഇത് ഗ്ലാസ് ബ്രിഡ്ജ് കുറേ വർഷത്തെ പഴക്കമുണ്ട് തോന്നുന്നു. എന്തായാലും ഗ്ലാസ് ഒന്നും മാറ്റിയിട്ടില്ല, ക്ലീനിങ് ഒന്നുമില്ല. പിന്നെ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞൊരു പരിമിതിയില്ലേ, എന്തായാലും ലിമിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മളിവിടെ ഇതാക്കണ്ടോ, കുറച്ച് നമ്മുടെ 2 മുത്തുമണികൾക്ക് ഫീഡിങ് ഒക്കെ ചെയ്ത് നമ്മളിങ്ങനെ അവരുടെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഇത് മൈസൂരിലാണ് ബേർഡ് സാങ്ച്വറി. അപ്പോൾ പോവുള്ളവർ പോയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായിരുന്നു നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കൂടെ നമുക്കൊന്ന് കമൻറ്റ് അയക്കണേ പോകുന്നവരുണ്ടെങ്കിൽ. പിന്നെ പോവുകയാണെങ്കിൽ ഇവർക്കും കൂടെ 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുപോകണം. പാവങ്ങളാണ്, മുത്താണ്, അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്നൊക്കെ എടുത്ത് തിന്നെ തുടങ്ങി. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ, ഷീ യു.